ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എവിടെ പോയി നീ? അമലെ മാറ്, ഇത് നടുറോടാ, ആൾക്കാർ ശ്രദ്ധിക്കും. നീയുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടെന്ന് നാട്ടിൽ ഇറങ്ങ അതെനിക്കൊരു പ്രശ്നമല്ല. നിനക്കിപ്പോ എന്താ വേണ്ടത്? അതാണ് നിന്റെ കുഴപ്പം. എല്ലാം അറിയാമെങ്കിലും അറിയാത്തതുപോലെ അഭിനയിക്കുക. മാസാമാസം എനിക്കുള്ള കപ്പ നീ മുടക്കിയത് കാരണം എന്റെ സർവ്വ ബഡ്ജറ്റും പാളി നിൽക്കുക. ഇനി എന്നിൽ നിന്നും എന്തെങ്കിലും കിട്ടുമോ നീ പ്രതീക്ഷിക്കണ്ട. എടാ, എന്റെ കയ്യിലുണ്ടായിരുന്ന മിക്ക ഓർണമെന്റ്സ് നീ കൊണ്ടുപോയി. പണം തന്നില്ലേലേ, ഓർണമെന്റ്സ് മാത്രമല്ല നിന്റെ ജീവിതം കൂടി ഞാൻ കൊണ്ടുപോകും. എന്താ അത് വേണോ? നിനക്ക് കൂടെ ഒരു ബൂസ്റ്റർ ഡോസ് തന്നില്ലെങ്കിൽ നീ തളർന്നു പോവും. ഡോക്ടറുമായിട്ടുള്ള വീഡിയോ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം നിനക്ക്. നീ പ്രഗ്നന്റ് അല്ല എന്നുള്ള വീഡിയോ. കാണും. ശിവാനി, ഇത് തേക്കളിയാ. ഇല്ലാത്ത പ്രഗ്നൻസിയാ ഞാൻ ഉണ്ടെന്ന് സർട്ടിഫൈ ചെയ്ത് തന്നിരിക്കുന്നത്. നീ പ്രഗ്നന്റ് അല്ലാന്ന സത്യം പ്രണവ് പറഞ്ഞ നിന്റെ ആഭരണങ്ങളെല്ലാം നിന്റെ കയ്യിൽ തന്നെ കാണും. പക്ഷെ ജീവിതം പോയി കിട്ടും. വളയും മാലയൊക്കെ ഇനിയും കിടപ്പുണ്ടല്ലോ, എന്തേലൊക്കെ ഊരുത്താ. ഞാൻ നിന്നെ സേഫ് ആക്കി വെച്ചോളാം. അമലെ വേണ്ട, ദേവി ഇനി എന്നെ ഉപദ്രവിക്കരുത്. എടാ, എന്റെ ആഭരണങ്ങൾ ഇനിയും പോയാ അതവന് മനസ്സിലാവും. ആഭരണങ്ങൾ പോയില്ലെങ്കിലേ പ്രണവ് എല്ലാം അറിയും. എന്തായാലും നിന്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റിങ് തന്നാ മതി. ഇതാ എന്താ ശിവാനി ഇത്? ഇപ്പോഴിവൻ നിന്റെ പുറകെ ചുറ്റിത്തിരിയുന്നുണ്ടല്ലേ? നീ എന്തിനവന് ഇത് ഊരി കൊടുത്തേ? ഇവൻ നിന്നെ മൊബൈൽ എന്താ കാണിച്ചോണ്ടിരുന്നേ? പറടാ, എന്ത് കാണിച്ചാലും നീ ഭീഷണിപ്പെടുത്തിയേ? ഇങ്ങോട്ടെടുക്കണം. നീ എന്ത് കാണിച്ച അവളെ ഭീഷണിപ്പെടുത്തിയെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. എന്താ ശിവൻ ഇവിടെ നടന്നേ? അവന്റെ മൊബൈലിലുള്ള വീഡിയോ എന്താണെന്ന് എനിക്ക് അറിയണം. അയ്യോ പ്രണവ്, എനിക്ക് തല കറങ്ങുന്ന പോലെ. വെള്ളം കുടിക്കണം. കാറിലുള്ളവർ പെടുവാ. ഓക്കെ അല്ലേ? വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ? കുഴപ്പമില്ല. എന്താ ശിവാനി, എന്താ നിനക്ക് പറ്റിയേ? പെട്ടെന്ന് അമൽ വന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ ഞാനൊക്കെ തളർന്നു പോയി. ഒന്നാമത് ഞാൻ പ്രഗ്നന്റ് അല്ലേ പ്രണവേ. അല്ല, അവൻ എന്തോ ഫോണിൽ നിന്നെ കാണിച്ചേ? എന്ത് വീഡിയോ കാണിച്ചാണ് നിന്നെ ഭീഷണിപ്പെടുത്തിയെന്ന്? വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല. അവന്റെ കയ്യിൽ എന്തോ വീഡിയോ ഉണ്ടെന്നും അത് സോഷ്യൽ മീഡിയയിൽ ഇടുമെന്നൊക്കെ പറഞ്ഞുള്ളൂ.
അത് എന്താണെന്ന് എനിക്ക് അറിയില്ല പ്രണവേ. ഞാൻ പേടിച്ചിട്ടാ എന്റെ ചെയിൻ ഊരി കൊടുക്കാൻ നോക്കിയത്. അവന്റെ കയ്യിലൊന്നും കാണില്ല. പ്രണവ് പിടിക്കുമെന്ന് അറിഞ്ഞിട്ട് അവൻ മൊബൈലും തട്ടിപ്പറിച്ച് ഓടിക്കളഞ്ഞ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പ്രണവിനെ അത് കാണിക്കില്ലായിരുന്നോ? എന്തായാലും സൂക്ഷിക്കണം, അവനാള് അപകടകാരിയാ. താങ്ക്സ് പ്രണവ്. കൃത്യസമയത്ത് പ്രണവ് വന്നില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ ബോധം കെട്ട് വീണേനെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കുന്ന പോലെ പിന്നെ പറയാൻ പറ്റില്ല. നീ ടെൻഷൻ ആവാതിരിക്കേ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ കറിക്കറ്.